അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഫ്രണ്ട്ലി നമ്പേഴ്സും നോൺ ഫ്രണ്ട്ലി നമ്പേഴ്സും ന്യൂട്രൽ നമ്പേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫ്രണ്ട്സ് ഏത് നമ്പർ ആണെന്നുള്ളത്. നമ്പർ 1ന്റെ ഫ്രണ്ട്സ് പറയുന്നത് നമ്പർ 1 ഒരു ഫ്രണ്ടാണ്. 2, 3, 5, 6 ആൻഡ് 9 ഇതെല്ലാം നമ്പർ 1നെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഫ്രണ്ട്ലി നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ പേര് ചേഞ്ച് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർ വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ ഡ്രൈവർ നമ്പറുമായിട്ടും കണ്ടക്ടർ നമ്പറുമായിട്ടും രണ്ടുമായിട്ടും വേണം കേട്ടോ. ചുമ്മാ ഇതിൽ മാത്രം പോരാ. ഡ്രൈവർ നമ്പറുമായിട്ടും കണ്ടക്ടർ നമ്പറുമായിട്ടും ഫ്രണ്ട്ലി ആയിരിക്കുന്ന ഒരു നമ്പറിൽ വേണം നമ്മൾ ഈ നമ്പേഴ്സിനെല്ലാം കൊണ്ടുവന്ന് ക്രമീകരിക്കാനായിട്ട്. ഓക്കെ, ഇനി ഇതിന് നോൺ ഫ്രണ്ട്ലി നമ്പേഴ്സ് എന്ന് പറയുന്നത് 1ന്റെ എത്രയാണ്? 8 ആണ്. ശനിയുടെ നമ്പറാണ്. ഓക്കെ, ന്യൂട്രൽ അതായത് വലിയ എഫക്റ്റ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 4ഉം നമ്പർ 7ഉം ആണ്. ഓക്കെ, നമ്പർ 1ോടൊപ്പം 4ഉം 7ഉം ആണെങ്കിൽ നമുക്ക് ഒരു ന്യൂട്രൽ എഫക്റ്റ് ആണ്. അത് വലിയ ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് പറയുന്ന ഒരു. ഓക്കെ, ഇനി നമ്പർ 2നെ നമുക്ക് നോക്കാം. നമ്പർ 2ന്റെ ഫ്രണ്ട്ലി നമ്പേഴ്സ് ആർ 1, 2, 3 ആൻഡ് 5. നമ്പർ 2ന്റെ എനിമി നമ്പേഴ്സ് എന്ന് പറയുന്നത് 8, 4 ആൻഡ് 9. ന്യൂട്രൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 7ഉം. ഓക്കെ, ഇനി നമ്പർ 3നെ നോക്കാം. നമ്പർ 3ന്റെ എന്ന് പറയുന്നത് 1, 2, 3, 5 ആൻഡ് 7 ആണ് നമ്മുടെ ഫ്രണ്ട്ലി നമ്പേഴ്സ് പറയുന്നത്. എനിമീസ് എത്രയാണ്? നമ്പർ 6. എനിമി എന്ന് പറയാൻ പറ്റില്ല, നോൺ ഫ്രണ്ട്ലി. 6 എന്ന് പറയുന്നുണ്ടെങ്കിലും ഇനി നമ്പർ 3 ആണെങ്കിലും അയാൾക്ക് നമ്പർ 6ന്റെ ആവശ്യമുണ്ട്. നമ്പർ 6 മസ്റ്റ് ബി ദെയർ ഇൻ ഹിസ് ചാർട്ട്. ബിക്കോസ് പുള്ളിക്ക് അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും പേരിന്റെ സമ്മോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുപോയി 6ൽ വെക്കാൻ പറ്റില്ല. പക്ഷെ ഇഫ് ദാറ്റ് ഇസ് ലാക്കിംഗ് ഇൻ ഹിസ് ബർത്ത് ചാർട്ട്, ഇൻ ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത്, then അതിനുള്ള റെമഡീസ് പുള്ളി ചെയ്തേ പറ്റുള്ളൂ, വേറെ നിവർത്തിയില്ല. ബിക്കോസ് നമ്പർ 6 അയാൾക്ക് വേണം, പൈസ വേണ്ടാത്ത ആരാ ഉള്ളത്. ഓക്കെ, അപ്പൊ ന്യൂട്രൽ നമ്പർ 3 വരുന്നത് 4, 8 ആൻഡ് 9. ഗുണമില്ല ദോഷമില്ല. ഇനി നമ്പർ 1, 5, 7, 6 ആർ ഫ്രണ്ട്ലി. 2 ആൻഡ് 9 ആർ നോട്ട് സോ ഫ്രണ്ട്ലി ആൻഡ് ന്യൂട്രൽ ഇസ് നമ്പർ. ഇനി നമ്പർ 5 ആണെങ്കിൽ ഫ്രണ്ട്ലി നമ്പേഴ്സ് ഓഫ് 1, 2, 3, 5 ആൻഡ് 6. അതുപോലെ തന്നെ എനിമി, ഇതാണ് ഒരു കാര്യം. നമ്പർ 5ന് നോൺ ഫ്രണ്ട്ലി അല്ലാത്ത ആരുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായി നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് നമ്പർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്ലി നമ്പർ അല്ലെങ്കിൽ നോൺ ഫ്രണ്ട്ലി നമ്പർ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാവരും ഒരുപ്പെട്ട എല്ലാവരും പേര് കൊണ്ടുവന്ന് വെക്കുന്ന നമ്പറാണ് നമ്പർ 5 എന്ന് പറയുന്നത്. പക്ഷെ നമ്പർ 5 അഗൈൻ നിങ്ങൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് പോലെ ഇരിക്കും അതിന്റെ റിസൾട്ട്. ഓക്കെ, അത് കോമ്പിനേഷൻ ഒക്കെ നമുക്ക് പിന്നീട് പറയാം. ഓൾ നമ്പേഴ്സ് ആർ ഫ്രണ്ട്ലി വിത്ത് നമ്പർ 5. സോ അതിന്റെ നോൺ ഫ്രണ്ട്ലി ആയിട്ട് ആരുമില്ല. അപ്പൊ ന്യൂട്രൽ ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ 5ന് വരുന്നത് നമ്പർ 4, 7, 8 ആൻഡ് 9. നമ്പർ 6ന്റെ ഫ്രണ്ട്ലി നമ്പേഴ്സ് 1, 4, 5, 7. നോൺ ഫ്രണ്ട്ലി നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പർ 3. ഒറ്റ നമ്പറേ ഉള്ളൂ. ഒന്ന് ദേവഗുരു, ഒന്ന് അസുരഗുരു, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും നമ്മളത് ചിന്തിക്കാൻ പോകണ്ട. നമ്പർ 6 ഇസ് ഇന്നവിറ്റബിൾ ടു ഏൺ മണി. അപ്പൊ ന്യൂട്രൽ വരുന്നത് 2, 8 ആൻഡ് 9. നമ്പർ 7 വരുന്നത് ഫ്രണ്ട്ലി നമ്പേഴ്സ് വരുന്നത് 1, 3, 5, 4. നമ്പർ 7ഉം ഇതുപോലെ തന്നെയാണ്, ഒരു പാവ നമ്പറാണ്. എല്ലാവരുമായിട്ടും ഒത്തുചേർന്ന് പോകുന്ന ഒരു നമ്പറാണ് നമ്പർ 7 എന്ന് പറയുന്നത്. പക്ഷെ നമ്പർ 7 ഒന്നും കൊണ്ടുപോയി ആരും അധികം ഇത് വെച്ച് കാണാറില്ല. അല്ല, പന്ന നമ്പേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്പർ 7 ഇത് വെരി ഡിവൈൻ നമ്പർ. ഇനി അതിന്റെ ന്യൂട്രൽ നമ്പേഴ്സ് വരുന്നത് 8, 2, 9. ഗുണമില്ല ദോഷമില്ല. ഓക്കെ, ഇനി നമ്പർ 8, 5, 3 ആൻഡ് 7 ആർ ദ ഫ്രണ്ട്ലി നമ്പേഴ്സ്. എനിമി പറയുന്നത് 1ഉം 2. സോ ന്യൂട്രൽ വരുന്നത് നമ്പർ 9 വരുമ്പോഴേക്കും 9ന്റെ ഫ്രണ്ട്ലി നമ്പേഴ്സ് are 1, 3 and 9ന്റെ നോൺ ഫ്രണ്ട്ലി നമ്പേഴ്സ് are 4 and neutral numbers are 7, 6, 8 and 9. നമ്പർ 10 അഗൈൻ നമ്പർ 1 തന്നെയല്ലേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട്ലി, നോൺ ഫ്രണ്ട്ലി, വാട്ട് എവർ ഫ്രണ്ട്ലി, ന്യൂട്രൽ എന്ന് പറയുന്ന ആ ഒരു ചാർട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ നമ്പേഴ്സിന്റെയും പ്രോപ്പർട്ടീസ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും വലിയ ഒരു ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഓരോ ഡ്രൈവർ കണ്ടക്ടർ കോമ്പിനേഷൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പിന്നീടാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ശരി, കാണാം.